ജോസ്മോൻ തിരിച്ചു വന്നു അറിഞ്ഞു. അതേതായാലും നന്നായി. മേരിക്കുട്ടിയുടെ വേവലാതിക്ക് ഒരു അറുതിയായല്ലോ. അല്ല, എവിടെയായിരുന്നു ഇത്രയും കാലം? ആള് ഡെറാഡൂണിലെ കൽക്കരി കമ്പനിയിലായിരുന്നു. പിന്നെ കുറച്ചു കാലം കോണാട്ട് പ്ലേസിലെ വായു കുളിക്കുണ്ടാക്കണ കമ്പനിയില്. അവിടുന്ന് ശമ്പളം പോരാന്ന് പറഞ്ഞ് വായു കയറി വാതുരത്തിൽ വന്നു. അവിടുന്ന് പൂച്ചാക്കല്. പിന്നെ കോടന്നൂര് അമ്മയുടെ ഊരകം വഴി പീച്ചിടാം. അയ്യോ എന്റെ പൊന്നു സോളമ, ഞാൻ വെറുതെ ചോദിച്ചതാ. ജോസേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചിത്രേശിച്ചേടത്തിയുടെ മോള് സെലീന. പണ്ട് ആറ്റിലെ ഒഴുക്കിപ്പെട്ടു പോയപ്പോ മോനല്ലേ ഇവളെ രക്ഷിച്ചത്, ഓർക്കുന്നുണ്ടോ നീ? പിന്നെ ഓർമ്മയില്ലാതിരിക്കോ? വലിയ കൂട്ടുകാരനല്ലേ ഇവർ രണ്ടുപേരും. അപ്പൊ ഞങ്ങള് നടക്കട്ടെ. ആളെ ഇഷ്ടായോ? ഉടുപ്പി ഹോട്ടലിലെ പ്രതിമയെ. അപ്പാ ഈ ജോസേട്ടൻ എങ്ങനെ വിട്ടാ ശരിയാവൂല. ദുർബുദ്ധി തോന്നി എപ്പോഴാ തിരിച്ചു പോണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ജോസേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ആത്മക്കാരുടെ ദിവസമായിട്ട് നീ ഒരു നല്ല കാര്യം പറഞ്ഞു. നമുക്ക് ആലോചിക്കാം അല്ലേടി? ഞാനൊന്ന് കുമ്പസരിച്ചിട്ട് വരാം. ഇട്ടിച്ചാന്റെ വീട്ടിലെ അപ്പനപ്പൂപ്പന്മാരെ ഇട്ടിച്ചാന്റെ നല്ല ബുദ്ധി കൊടുത്ത് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരണേ. എന്തിനാണ് വിളിച്ചേ? ജോണിച്ചായൻ എന്നെ കെട്ടിച്ചുവിടാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിച്ചന്റെ വീട്ടിലെ ആത്മാക്കൾ കൊള്ളാല. പ്രാർത്ഥിച്ചപ്പോ തന്നെ പണിയും തന്നാ. ആത്മാക്കളെ കൊല്ലും ഞാൻ. പറയുന്നത് കേക്ക്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആരും അറിയാതെ നാളെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. രജിസ്റ്റർ മാരേജ്? അതെ, രജിസ്റ്റർ മാരേജ്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിന് ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ, അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്ട്രാറിന്റെ മുന്നിൽ നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്ന തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ. ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വെല്ലേട്ടാ, കവലയിലേക്കാണോ? ഞാനും ഉണ്ട്. എന്നെ എന്നാ പള്ളിയുടെ മുന്നിൽ ഇറക്കോ? എന്തേ? ബസ് വന്ന എങ്ങനെ അതേ കയറി പോവും? ഒരു പെട്ടിയിലാക്കി കയറ്റി വിടട്ടെ. ജോണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ മേരിക്ക് അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചുമ്മാതിരി. ഒരു ഐഡിയ ഉണ്ട്. ജോസേ, സിസിലൊന്നു വന്നേ. വാ, നീ ആ ഷാളൂരാൻ ഈ ഷാളങ്ങോട്ട് കൊടുക്ക. എന്നിട്ട് ഈ ഷാൾ തലവഴിയിട്ട് ആ ജോസിന്റെ സൈക്കിളിൽ പോയിക്കോ. എന്താ? അതെല്ലാം പിന്നെ പറയാം. ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? അത് നമ്മുടെ സോളമന്റെ ചേട്ടായി അല്ലേ? അല്ല, ആളിതിന് പറയോ? അറിയോന്നോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ. നിർത്ത്.
നമ്മുടെ സൈക്കിളല്ലേ? മേരി 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 ലോനപ്പ സോളമാ വാ. മേരി 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 എന്താണ്ടായേ? മേരി എന്താ പറ്റിയേ? ഞാൻ മഴയിൽ നിന്ന് വീണതാ. എന്റെ കർത്താവേ, ഭാഗ്യത്തിനയാൾ കൊന്നില്ലല്ലോ. ഏതായാലും കഴിഞ്ഞു. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. കുട്ടി മാനഭംഗത്തിന് ഇരയായെങ്കിലും സോളമൻ കുട്ടി ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കോടാ. ഉപേക്ഷിക്കോന്ന്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ജോസേട്ടനവിടെ? അയാൾ അടുത്ത പെണ്ണ മാനഭംഗപ്പെടുത്താൻ പോയി കാണും. മിണ്ടായിടോ. നീ പറ, എന്താ ഉണ്ടായത്? ജോണിച്ചാന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങള് സൈക്കിളിൽ വരുമായിരുന്നു. ചതിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? കൊല്ലുന്നിന് ഞാൻ. ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ഹൈറ്റ് വരും? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ പൊക്കം കുറവാ. അല്ല, ഇനി ജോണിക്കുട്ടി അയച്ച ആളായിരിക്കോ? തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ. ഞങ്ങള് രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്കായി കാണുമല്ലോ ലോനപ്പ? ഏയ്, കാണോ? എങ്ങനെ അറിയാം? ചിലപ്പോ പറയാൻ പറ്റില്ല. കാണായിരിക്കും. ഏയ് ഇല്ലാതെ കാണോ? അത് ഇച്ഛാനയച്ച ആളൊന്നും അല്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, പോയത് പോയി. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം നിന്ന് കാര്യം നടത്താൻ നോക്ക്. അല്ല, ഞാൻ ആലോചിക്കുമ്പോ എന്ത് നമ്മളിനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ? തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ? വീട്ടുകാര് വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണവും നടക്കില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ? നിന്നെ കൊണ്ടല്ലോ. നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് എന്നെ വേണം പറയാൻ. അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്ന ഒരു പേടിത്തൊണ്ടൻ. നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്ത ഞാനാ മണ്ടി. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തില ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാൻ ഇനി രജിസ്റ്റർ ചെയ്തൊന്നും പുറത്തറിഞ്ഞ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ. അല്ലെങ്കിൽ എന്നെ അറിയാലോ. സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം. ആ ദാ സോളവൻ എത്തിയല്ലോ. ദേ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനും ഞങ്ങൾ റെഡിയാ. ആ ദേ അപ്പൊ പറഞ്ഞതുപോലെ. ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. എന്റെ ഈശോയെ. എന്താടാ കാര്യം പറ. ജോസ്മോൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ ബസ് കയറി ഒളിച്ചോടി പോയി. എന്റെ മാതാവേ. അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ. ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒറ്റോടിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി നീ ഒന്ന് കാണിച്ചു. ചുമ്മാ ഇരി. പോയത് പോട്ടെ. ജോസ് അല്ലേ വരുന്നത്? എവിടെ? കുരുത്തം കേട്ടവനെ, മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ചേരും കേട്ടോ. നിന്റെ പെണ്ണു എല്ലാം പറ്റോടെ? അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ? ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. എന്നാടാ അവിടെ നിന്ന് കിന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസേട്ടനെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസേട്ടൻ പോവുകയില്ല. അയ്യോ, ഇതെന്ത് പറ്റി മോനെ തലയ്ക്ക്? കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു. സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണ ചെല്ല്. എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്നു മോളെ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഒരു ഓല മടല് വീണതാ. അതിന് ഈ പറമ്പിൽ തെങ്ങില്ലല്ലോ. മടല് വീടാൻ തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല. ഓർമ്മ വച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ ഈ വീട് വിട്ടു പോണം. യേശു നല്ലിടയനെ കേൾക്കണ്ടേ നീ, ആശയൊളി ദിശയിൽ വരുന്നു ഞാൻ. അന്ധകാരം ഭയം ആപത്തനർത്ഥങ്ങൾ ലേശം യേശിടാതെന്നെ നീ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ചേട്ടന് സ്തുതി കൊടുക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, എന്റെ നടുവെട്ടി. എന്റെ മക്കളെ, അയ്യോ വലിയേട്ടന് സ്തുതി കൊടുത്തില്ല. അതിലും വല്ലാത്ത സ്ഥിതിയില്ല ഞാൻ. മക്കള് മുറി കൂട്ടി കിടന്നോ. ചേട്ടൻ ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? ആ, എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാൽ ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. ആള്
അങ്ങ് പോയെന്ന് തോന്നുന്നു. സമാധാനായിട്ടൊന്നും ഇന്നലെ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലേ? പോകാൻ പറഞ്ഞ പൊക്കോളണം. പോയില്ലെങ്കിൽ ഇനി ഞാനൊന്നും നോക്കില്ല. താൻ ആരാണെന്നുള്ള വിവരം എന്റെ അപ്പനോടും അമ്മച്ചോടൊക്കെ വിളിച്ചു പറയാൻ പോവാ. പറയോ നീ? പറയും. പറയോ? പറയും. കൊത്തി കൊത്തി മുതുകത്തേറി കൊത്തിയല്ലേ. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിടിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. എന്നെ തല്ലിയാലും കൊന്നാലും എല്ലാം ഞാൻ പറയും. എനിക്ക് എന്റെ പെങ്ങന്മാരുടെ ജീവിതം വലുത്. മേരിക്കുട്ടിയെ, തെക്കേതിലെ മാമച്ചന്റെ വീട്ടിലെ വിശേഷം നീ അറിഞ്ഞായിരുന്നോ? മാമച്ചൻ മരിച്ചിട്ട് 41 കഴിഞ്ഞില്ല. അതിനു മുമ്പ് മക്കള് തമ്മിൽ അവകാശ തർക്കം പറഞ്ഞ അടിയായി. ജീവിച്ചിരിക്കുമ്പോ വേണ്ടാമെന്ന് എഴുതി വെച്ചില്ലെങ്കിലത്തെ കുഴപ്പം ഇതാ. ജോസിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും ഇന്ന് തന്നെ എന്ന് ഞാൻ വിൽപ്പത്രം എഴുതി വെക്കാൻ പോവാ. സിനിമയെന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുത്തിയവനാ സോളമൻ. അതുകൊണ്ട് ഈ വീട് ജോസിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിനക്ക് 50 സെന്റ് അവിടെ, ബാക്കി പെൺകുട്ടികൾക്ക്. അപ്പം വെറുതെ മണ്ടത്തരൊന്നും കാണിച്ചേക്കല്ലേ. വല്ലയിടത്തുനിന്ന് വന്ന് ഒരുത്തിന്റെ പേരിൽ വീട് എഴുതി വെക്കാൻ പോവാ. അയാൾ ജോസേട്ടനല്ല. ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടപ്പോ ഞാൻ ചുമ്മാ ജോസേട്ടനാന്ന് കള്ളം പറഞ്ഞ അമ്മച്ചി. അയാൾ ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപകടാ. അത് ശരി, വീട് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നിന്റെ ചേട്ടനല്ലാതായി അല്ലേടാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ, അമ്മച്ചിയാണ് ജോസേട്ടനല്ല. അപ്പാ, അയാൾ ഒരു ക്രിമിനലാ. ഒരു കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. അതാ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ആ കഥയൊക്കെ ജോസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനാ അവൻ 7 വർഷം ജയിലിൽ കിടന്നത്. നിനക്കറിയാലോ, അവൻ വന്നേ പിന്നെ ഈ വീടൊന്ന് പച്ച പിടിച്ചത്. വന്നു കയറിയിട്ട് ഈ നിമിഷം വരെ അവൻ തൂമ്പ കൈയും താഴെ വെച്ചിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി കാളയെ പോലെ അവൻ പണിയെടുക്കുന്നത്. അവൻ ചേട്ടനല്ലെന്ന് പറയാം. നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? ഇത്രയും നാൾ ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴാ അവന് വെളിപാടുണ്ടായത്. ഇവനെ കുഞ്ഞാടിന്റെ മനസ്സൊന്നുമല്ല, കുട്ടിപ്പിശാചിന്റെ മനസ്സാ. അമ്മച്ചി, അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളോ? ചേട്ടാന്ന് പറയടാ. അയാൾ എന്റെ ചേട്ടനല്ല, അല്ല, അല്ല. നിങ്ങൾക്ക് ആർക്കും എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? ശരി, ഇനിയിപ്പോ അവൻ ജോസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവനെ ജോസ് ആയിട്ട് കണ്ടുപോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇല്ല. ദേ, ജോസ്മൻ വരുന്നുണ്ട്. അവൻ ഇതൊന്നും അറിയണ്ട. അപ്പച്ചാ, ആരുടെ അപ്പച്ചൻ? നീ ഉണ്ടാടാ. എന്നാ മോനെ? ഇവിടെ ഒരു മാവ് വന്നിരുന്നല്ലോ, അതെവിടാ? അത് ഈ ഭാഗത്തായിട്ടാ. ഈ വീട് പുതുതായിട്ട് വെച്ചപ്പോ അത് മുറിച്ചല്ലേ ഈ ചായപ്പിലെ പലകയൊക്കെ അടിച്ചത്. കേട്ടില്ലേടാ? ദയവായിട്ട് ഇപ്പൊ അവനെ കൊണ്ടത് ചോദിപ്പിച്ചത്. ഉള്ളിലൊരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാതിരിക്കാൻ. പണ്ടങ്ങനെ വല്ല മാങ്ങാണ്ടി പറക്കാൻ വന്നിട്ടുണ്ടാവും. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. നീ ഇനി ജോസിനെ കുറിച്ച് ആരോടെങ്കിലും പുറത്തെന്തെങ്കിലും സംസാരിച്ചത് ഞാൻ അറിഞ്ഞാല് ഈ വീടിന്റെ പടിക്ക് പുറത്ത് തോന്നും നീ ആയിരിക്കും. അപ്പം തന്നെയാ. എന്റെ സിസിലി, ലിസമ്മേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്ക്. അയാള് ശരിയല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അയാള് പെൺകുട്ടികളെ ഉപദ്രവിച്ച് കൊല്ലുന്നവനാ, പെണ്ണുപിടിയനാ. വെല്ലേട്ടനെ കുറിച്ച് വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട. വെല്ലേട്ടൻ പാവാ. ഇവൻ എന്നെ ഭ്രാന്തായോ? അതെ, ഭ്രാന്തായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വാഴില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി. തണ്ടും തടിയുള്ള എത്ര കാശ് കൊടുക്കാണ്ട് പണിയെടുക്കാൻ കിട്ടിയപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി അല്ലേ? നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് ഞാൻ പറയല. സിനിമയുടെ പേരും പറഞ്ഞ് വീട് വിറ്റ് തെളിക്കാൻ നിനക്കറിയാം. കിട്ടാത്തൊരു പെണ്ണിനെ പ്രേമിച്ച് ജീവിതകാലം മുഴുവൻ അതിന്റെ പേര് തല്ലുകൊള്ളാനും നിനക്കറിയാം. സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടാത്തൊരു കാരണക്കാരൻ അപ്പം തന്നെയാ. ആ ഇട്ടിച്ച മുതലാളി സ്നേഹിച്ച പെണ്ണിനെ അപ്പ തട്ടിയെടുത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചോണ്ടിരിക്കണം ഞാനാ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ നീ ഇപ്പൊ ഈ ഭൂമി നിൽക്കുന്നത്. ജനിപ്പിച്ച തന്തയുടെ തള്ളയുടെ ബന്ധത്തെ നീ അവഹേളിക്കുന്നു. ഇറങ്ങടാ പടിക്ക് പുറത്ത്. അല്ലെങ്കിലും എന്റെ വിശ്വാസത്തെ വീട്ടില് ഞാനിത് നിക്കണില്ല. എവിടുന്ന് വന്നു ഒരുത്തരെ നിങ്ങളും സ്നേഹിച്ച് മോനായിട്ടാണ് വളർത്തിക്കോ. കുടുംബം നശിപ്പിച്ച ഈ ഒന്നിനും കൊള്ളാത്തവൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോക്കോളാം. അപ്പ
അപ്പനുമായി തെറ്റിപ്പിരിയാനുള്ള കാരണം എന്താണെന്ന് നീ പറഞ്ഞില്ല. അപ്പന്റെ ഓൾഡ് ലവ് സ്റ്റോറിയും കിഡ്നാപ്പിങ്ങും കാരണം എന്റെ ലവ് സ്റ്റോറി ഫ്ലോപ്പ് ആവണമെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാ ഫാദർ? ഏയ്, ആ, അപ്പനായാലും അപ്പൂപ്പനായാലും ഞാൻ ആയും പറയും. ഇട്ടിച്ചനോട് സ്നേഹമുള്ള എന്റെ അമ്മച്ചിയെ മാറി നിന്ന് സ്നേഹിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ അപ്പന്? വെയിറ്റിംഗ് ലിസ്റ്റിലിരുന്ന് സ്നേഹിക്കാൻ എന്റെ അമ്മച്ചി എന്താ കുർള എക്സ്പ്രസ്സാ? അതോ നേത്രാവതി എക്സ്പ്രസ്സോ? ഇട്ടിച്ചൻ ചതിച്ചു എന്ന് ബോധ്യമായപ്പോ ഇട്ടിച്ചന്റെ ടിക്കറ്റ് അമ്മച്ചി ക്യാൻസൽ ചെയ്തു. ഉടനെ എന്റെ ഇപ്പോഴത്തെ അപ്പൻ ആ സീറ്റിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ ഇട്ടിച്ചന്റെ ബംഗ്ലാവിൽ ജനിക്കേണ്ടവനാ ഞാൻ. അങ്ങനെ വരുമ്പോ മേരി എന്റെ പെങ്ങളായിട്ട് വരും. ഈ പ്രേമവും തല്ലുകൊള്ളലും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോ എല്ലാം കുഴപ്പിച്ചത് എന്റെ കപ്പ്യാരപ്പച്ചനല്ലേ ഫാദർ? അതിനെന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ പണിയെടുക്കാത്തവനാണത്രേ. ഇന്നാട്ടിൽ പണിക്ക് പോണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓ, അത് ശരി. അപ്പൊ അതിനു വേണ്ടിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? കുഞ്ഞാടോ? ദേ അച്ചോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രസംഗത്തിലും കുർബാനക്കിടയിലും ആട് കുഞ്ഞാടെന്നൊന്നും പറയരുതെന്ന്. ആളുകൾ കളിയാക്കി ചിരിക്കുക. ദേ, ഇനി ആടിന് പകരം ഷീപ്പ്, കുഞ്ഞാടിന് പകരം ലിറ്റിൽ ഷീപ്പ് അഥവാ ലിറ്റിൽ ലാംപ്, ആട്ടിടയൻ, ഷീപ്പിടയൻ, അങ്ങനെ പറഞ്ഞാൽ മതി അച്ഛൻ. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയേനെ. എടാ, നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. കുസ്നിക്കാരന്റെ നെറ്റിയിലെ വേർപ്പ് ദോശയിൽ വീണാൽ അച്ഛൻ കഴിക്കൂ? എടാ, അധ്വാനിച്ച് അന്നം കണ്ടെത്തണമെന്നാ അതിന്റെ അർത്ഥം. എല്ലാ ഞായറാഴ്ച അച്ഛൻ പറയുന്നില്ലേ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല? നീ വല്ലവന്റെ കൊത്തി തിന്ന് എത്ര നാളെ നടക്കുമെന്ന് നീ കാണണം. ഇവിടുത്തെ കപ്പ്യാരാകാൻ പറഞ്ഞിട്ട് പോലും നിനക്ക് വയ്യല്ലോ. ഒരു കലാകാരനായി ഞാൻ എങ്ങനെ അച്ഛൻ മണിയടിക്കുന്നത്? ഒരു കലാകാരനായി ഞാൻ വൈദികനായില്ലേ? ഒരു കലാകാരൻ. അച്ഛന്റെ കലാവാസന എന്നെ ഈ പരുവത്തിലാക്കിയത്. ആ സീരിയലിന്റെ തിരക്കഥ മര്യാദക്ക് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എന്റെ തിരക്കഥ പറഞ്ഞ നിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇറക്കി വിടും. എടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ ഇങ്ങനെ ഒന്നും ആകാതെ നിൽക്കുന്ന കാണുമ്പോൾ ഏതപ്പനും വിഷമം ഉണ്ടാവും. നീ ആദ്യം സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്ക. നാളെ തന്നെ നീ കപ്പ്യാരായിട്ട് ചാർജ് എടുക്കണം. അല്ലെങ്കിൽ ആ സ്ഥാനവും നിന്റെ ചേട്ടൻ കൊണ്ടുപോകും. തൽക്കാലം നീ പോയി കിടക്ക്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു. ഓ, ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും? ഇന്നിനിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും. സോളോമോൻ പോയി കിടന്നോളൂ. ഇവിടെ സ്ഥിരതാമസമാക്കാവെന്ന് വിചാരിക്കണ്ട. നാളെ തന്നെ വരെ സ്ഥലം നോക്കണം. അച്ഛന്റെ പാൻറ്റൊന്നും എനിക്ക് പാകാവണില്ല, പക്ഷെ ജെട്ടി കറക്റ്റാ. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥിര അച്ഛനാവും. ഇതെന്താ അച്ഛന്റെ ലോഹിട്ട് ബക്കറ്റായിട്ട് പിരിവിനിറങ്ങിയ? ഏതാണ്ടാ പരുവായി. ലോനപ്പന അറിഞ്ഞ ജോസേട്ടനെ പുറത്താക്കാൻ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. എല്ലാം തുറന്നു പറഞ്ഞിട്ടും അത് ജോസേട്ടൻ തന്നെയാണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി. ഇനി അത് ശരിക്കും ജോസേട്ടൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങാമാര് പേടിക്കണ്ട, നാട്ടിലുള്ള പെണ്ണുങ്ങൾ പേടിച്ചാ മതി. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു. അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളുടെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു. രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്? വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനെ വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവൾ ധരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിക്കടാ. പിന്നെ ഒരു NB ഉണ്ട്. വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടിരിക്കും. മേരി, 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 മേരി. കർത്താവേ, ഹിന്ദി കിതാബ്. ഹിന്ദി വായിച്ച ബോധം പോയോ? മേരി, മേരി ആവാസ് സുനോ, മേരി ആവാസ് സുനോ. പനി. കർത്താവേ, ഉയർത്തെഴുന്നേൽപ്പിക്കണേ. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ എന്റെ അവസ്ഥയാ. ഇതെന്ത് വേഷം ഇത്? വേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് നിക്കാം. അപ്പഴാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ ഈ ആരാച്ചാരന്മാരുടെ ഇടയിലേക്ക് വിളിപ്പിച്ചത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്.
അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരും എന്റെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്. നീയും ഡോക്ടറിനോട് ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ? ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരെങ്കിൽ കപ്പ്യാര്. കപ്പ്യാരാ? ഞാൻ കപ്പ്യാരാവുന്നതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ലേ? ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? ആണോ? എങ്കിൽ നാളത്തെ പള്ളിമണി അടിച്ച് ഞാൻ കപ്പ്യാരായിട്ട് ചാർജ് എടുക്ക. പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം നീ പാടുമ്പോ ഞാൻ കപ്പ്യാരായിട്ട് ആൾത്താരയിൽ ഇങ്ങനെ. അവിടെ വാതിൽ വെച്ച പോലായിരുന്നോ? അതെ, ഞാൻ സെമിത്തേരി വഴിയാ പോണേ. നാളെ രാവിലെ പള്ളിമണി കേട്ടാ ഞാൻ വിട പറഞ്ഞു എന്ന് കരുതിയാ മതി. ഒന്നും കിട്ടിയില്ല. ശരിയാ, പോയില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഓ, നടു റോട്ടിലാ ടീ പോയിരുന്നേ. ഈശോ, ഇടിവണ്ടി വരണോ? ഇതെന്താണ് തുമ്പിക്കയ്യ? എന്താ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്നു പറഞ്ഞു പോയി. അതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. നിങ്ങൾ കഥവ് തുറന്നു കൊടുക്കാതെ അച്ഛനങ്ങനെ അകത്ത് കയറി? എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ പകൽ വന്ന് കട്ടടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്. തൽക്കാലം ഇത് ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ജോസഫേട്ടാ, ചേട്ടാ, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനൊരു വൈദികനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തി തരാൻ ഞാൻ ടീച്ചറോട് പറയാം. എന്താച്ചോ? ഏയ്, അച്ഛന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഇടവകയിൽ ഇതുപോലെ ചില നിങ്ങൾ കാണുമല്ലോ. അത് ശരി, ഇടവക്കാരി കണ്ടപ്പോ എന്നെ കുറ്റക്കാരിയാക്കി അച്ഛൻ കൈകഴുകാണല്ലേ? ഒരു കളങ്കമില്ല ജീവിച്ചിരുന്ന എന്നെ വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കർത്താവേ, പാതിരാത്രിക്ക് എന്റെ മുറിയിൽ കയറി എന്നെ തുടക്കം കുറിച്ച് ആരാ? അച്ഛൻ തന്നെ. ഇല്ലാവചനം പറഞ്ഞ് അടിച്ച് ചെവുക്കല്ലി ഉറപ്പിക്കും ഞാൻ. അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏയ്, അച്ഛനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓർത്ത് ജോണിക്കുട്ടി കണ്ടതാന്നേ. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ജോണിക്കുട്ടിയോട് ചോദിച്ചു നോക്കെ, എന്നിട്ട് വിശ്വസിച്ചാ മതി. അച്ചോ ഇതിനായ ഈ ചന്തമറിയല്ലാതെ അച്ഛന് വേറെ ആരും കിട്ടിയില്ലേ? അത് ശരി, അച്ഛന് നല്ല സംബന്ധം കിട്ടാത്തതില്ല നിനക്ക് വിഷമം? ഒരു വൈദികന് ചേരുന്ന പണിയാണോ അങ്ങനെ കാണിച്ചത്? അങ്ങനെയൊക്കെ കുണ്ടുവഴി അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല, പിന്നെ ജോണിക്കുട്ടി വന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് വിശ്വാസമായത്. ഈ അച്ഛൻ വന്നേ പിന്നെയല്ലേ പണ്ട് പൊന്നും കുരിശ് മോഷണം പോയത്. ലൈറ്റ് ആയിട്ട് ഒരു ചായ എടുത്തോളൂ. സ്ട്രോങ് ആയിട്ട് പള്ളിയിൽ മണി അടിക്കാനുള്ളതാ. എന്നാലും കപ്പ്യാരി അച്ഛന് ഒരേ വീട്ടിൽ തന്നെ സംബന്ധം പിടിച്ചാൽ എങ്ങനെയാ സോളമ്മ? വീടെങ്കിലും ഒന്ന് മാറി പിടിക്കാൻ പറ. ഞാൻ അവിടുത്തെ കപ്പ്യാരായതുകൊണ്ട് പറയല്ല, നമ്മുടെ കുണ്ടൂഴി അച്ഛൻ വളരെ ഡീസന്റ് ആണെന്നേ. ഇത് വല്ല കള്ളന്മാരും അച്ഛന്റെ ലോക്കിയിട്ട് കയറിയതായിരിക്കും. പിന്നെ കള്ളന്മാര് എങ്ങനെയാലും അച്ഛന്റെ മുഖം രക്ഷിക്കാൻ ഇനി വേറെ മാർഗങ്ങളൊന്നും ഇല്ല സോളമ. അവിടെ പാരിഷ് കൗൺസിൽ കൂടി ബിഷപ്പിന് മെമ്മോറാണ്ടം തരാക്കി കൊടുക്കാൻ പോവാ. കുണ്ടുകുഴി അച്ഛൻ ലോഹ ഊരേണ്ടി വരും.